നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഇനി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓൾറെഡി പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. പ്യുവർ ആയിട്ട് ഇനിയും പഠിച്ചു തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇനിയുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി? എങ്ങനെയാണ് ഇനി നിങ്ങൾ പഠിച്ചു പോവേണ്ടത്? 4 കാര്യങ്ങളിലാണ് നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിഗ്രി പ്രിലിംസ് 2026 സുഖമായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യും. റിസൾട്ട് പോലും വെയിറ്റ് ചെയ്യാതെ മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ എന്താണ് ആ 4 സ്ട്രാറ്റജി? അതിൽ ഒന്നാമത്തേതാണ് ലിമിറ്റ് യുവർ റിസോഴ്സ് എന്നുള്ളത്. അതായത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള തിയറമാണ് നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിലെ റിസോഴ്സസ് മക്കളെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾ ഒരുപാട് റിസോഴ്സുകൾ ഉപയോഗിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ തൊഴിൽ വാർത്ത വാങ്ങിച്ചു, തൊഴിൽ വീതി വാങ്ങിച്ചു, PSC ബുള്ളറ്റിൻ വാങ്ങിച്ചു, റാങ്ക് ഫയലുകൾ വാങ്ങിച്ചു, SCRT ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ചു, ഏതെങ്കിലും കോച്ചിങ് സെന്ററുകൾ, നിങ്ങളിപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ കോച്ചിങ് സെന്ററിലാണെങ്കിൽ അവിടെ, ഇനി മറ്റേതെങ്കിലും കോച്ചിങ് സെന്ററിലാണെങ്കിൽ അവിടെ നിങ്ങൾ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഓഫ്ലൈനിൽ പോകുന്നുണ്ട്, ടെലഗ്രാമുകൾ നോക്കുന്നുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഒരടുക്കും ചിട്ടയും ഇല്ലാതെ ഒന്നെടുക്കുമ്പോൾ മറ്റേതാണ് നല്ലത്, മറ്റതെടുക്കുമ്പോൾ ഇതാണ് നല്ലത്, ഇതെടുക്കുമ്പോൾ അതായിരുന്നു നല്ലത്. അങ്ങനെ പല പല ചിന്തകളിലൂടെ റിസോഴ്സുകൾ മാറി മാറി നോക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങളിൽ പലർക്കും അത് അനുഭവം ഉള്ളതായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായും അത് താഴെ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് സമയം നിങ്ങളുടെ ഓൾറെഡി വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ലിമിറ്റഡ് ചെയ്തുകൊണ്ട്, റിസോഴ്സുകളെ ലിമിറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പൊ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംഗതികൾ നോക്കുക. നിങ്ങളൊരു ഓൺലൈൻ സെന്ററിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഉള്ള കാര്യങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു റാങ്ക് ഫയൽ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. അല്ലാതെ എല്ലാം കൂടി എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങളുടെ സമയം പോകുമെന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. രണ്ടാമത്തെ പരമപ്രധാനമായ കാര്യം, നിങ്ങൾ GK പഠിക്കുമ്പോൾ, GKക്ക് 50 മാർക്കാണ്. നമുക്കറിയാം, ആകെ 100 മാർക്കിൽ 50 മാർക്കിന്റെ പോർഷനും എവിടെയാണ്? GK ആണ്. അതായത് 50 മാർക്ക് GKയും 50 മാർക്ക് MEM-ഉമാണ്, ഇംഗ്ലീഷ് മലയാളം മാത്സുമാണ്. ഇതിലെ ഈ 50 മാർക്കിന്റെ ടോപ്പിക് ഉണ്ടല്ലോ, ഈ 50 മാർക്കിന്റെ ടോപ്പിക്ക്, GK എന്ന് പറയുന്ന 50 മാർക്കിന്റെ ടോപ്പിക്ക് നിങ്ങൾ പ്രയോറിറ്റി ബേസ് ചെയ്ത് മാത്രമേ പഠിക്കാവൂ. ഓൾറെഡി ഞാൻ 50 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഒരു 1-2 ദിവസങ്ങൾക്ക് മുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക. അതിൽ GK പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഫൈൻഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ആ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള 13 ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തത്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് ബാച്ച് പ്ലസ് മെയിൻസ് ബാച്ച്, ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യൽ ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു പോകാനായിട്ട് പറ്റും. പ്രയോറിറ്റി ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് MEM ആണ്. MEM എന്ന് പറഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അതായത് നമ്മുടെ സിലബസിന്റെ 50%, മലയാളത്തിൽ 10 മാർക്ക്, ഇംഗ്ലീഷിൽ 20 മാർക്ക്, മലയാളത്തിൽ മാത്സിൽ 20 മാർക്ക്. ഈ 50 മാർക്കിൽ 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിലിംസിൽ നല്ലൊരു ആധിപത്യം നേടാനായിട്ട് പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ട് നിശ്ചിത സമയം മാറ്റിവെക്കാം. അടുത്ത 4ാമത്തെ കാര്യം, റിവിഷൻ ആൻഡ് മോക്ക് എക്സാം. എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ മാർക്ക് നേടാനുള്ള സാധ്യതയും കൂടും. നിങ്ങൾ എത്രത്തോളം റിവിഷനിൽ ഫോക്കസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ഡെവലപ്പ് ആകും. നിങ്ങൾക്ക് എത്രത്തോളം മോക്ക് എക്സാമുകൾ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം സമയം എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് പരമാവധി റിവിഷന് വേണ്ടിയിട്ടും മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാം. നിങ്ങളിപ്പോൾ ഒരു 6 മണിക്കൂറാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ 6 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിനെ നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത്, ഒരു 4 മണിക്കൂർ നിങ്ങൾ നോർമൽ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക. ക്ലാസ് കാണുന്നതിനും നോട്ട് വായിക്കുന്നതിനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കാം. നിങ്ങളൊരു 1 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടും 1 മണിക്കൂർ നിങ്ങൾ എക്സാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പം നിങ്ങൾക്ക് എക്സാമിനേഷൻ, മോക്ക് എക്സാമുകൾ കൃത്യമായി ചെയ്തു പോകാൻ പറ്റും. ആ മോക്ക് എക്സാമിനോടൊപ്പം തന്നെ MEM നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഒപ്പം നിങ്ങൾക്ക് റിവിഷന് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോകും. ഇനി നിങ്ങൾക്ക് 8 മണിക്കൂറാണ് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുന്നതെങ്കിൽ ആ 8 മണിക്കൂറിനെ നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 6 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക.
1 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, 1 മണിക്കൂർ നിങ്ങൾ മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയമുണ്ട്, ഈവൻ 10 മണിക്കൂർ സമയമുണ്ട് എങ്കിൽ നിങ്ങൾ 7 മണിക്കൂർ നോർമൽ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക, 2 മണിക്കൂർ നിങ്ങൾ മോക്ക് എക്സാമിന് വേണ്ടിയിട്ടും 1 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ എത്ര സമയമാണോ പഠിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുക, മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയാൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, മാർക്ക് താഴേക്ക് പോകേണ്ടി വരത്തില്ല. പ്രോപ്പറായിട്ട് പഠിച്ച് ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. 60 ദിവസം കൂടി മാത്രമാണ് ഇനി നിങ്ങളുടെ മുൻപിലുള്ളത്. മെയ് മാസം 2-ാം തീയതി നിങ്ങൾ പ്രിലിംസ് എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് പോവാണ്. ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു മോക്ക് ടെസ്റ്റ് പെർഫോമൻസ് ലോഗ് സെറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്ന ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് വെച്ചുകൊണ്ട് നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം എക്സാം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മോക്ക് എക്സാം എന്താണ്, ഡേറ്റ് എന്താണ്, അതിൽ കിട്ടിയ സ്കോർ ഏതാണ്, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, അതേപോലെ തന്നെ ആ വീക്ക് ഏരിയ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് എന്ത് ആക്ഷനാണ് സ്വീകരിക്കാൻ പോകുന്നത്, ഈ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ നിങ്ങൾ ബാച്ചിലേക്ക് വന്നാൽ മതി. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ പഠിച്ചു പോകാനായിട്ട് പറ്റിയാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും, ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്, ഇന്ന തരത്തിലുള്ളൊരു വീഡിയോ ആവശ്യമായിട്ടുണ്ട് എങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, താഴെ കമന്റിൽ ഇടാൻ ശ്രമിക്കുക. അത്തരത്തിലുള്ള വീഡിയോസ് മുന്നോട്ട് വരുമ്പോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞെക്കിക്കോ. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് കം മെയിൻസ് ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിലേക്ക് ഇന്ന് വിമൻസ് ഡേ പ്രമാണിച്ചുകൊണ്ട് 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഇന്നുകൂടി മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക. അതായത് ആകെ 250 സ്റ്റുഡൻസിനാണ് ഈ ഓഫർ ലഭിക്കുക. 250-ാമത്തെ സ്റ്റുഡന്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫർ എൻഡ് ചെയ്യും. അത് ചിലപ്പോൾ സമയം തീരാൻ ഇപ്പം ഇന്ന് വരെ ഉണ്ട് എങ്കിലും എപ്പോഴാണോ 250 പേര് കംപ്ലീറ്റ് ആവുക അവിടെ കൊണ്ട് ഓഫർ ഉണ്ടാകും. 20% ഡിസ്കൗണ്ട് ആണുള്ളത്. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് നേടിയെടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റും. ഈ വിമൻസ് ഡേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോയി നല്ലൊരു ജോലി ഉറപ്പിക്കാൻ കൂടിയുള്ള ഒരു സാധ്യതയാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്തുക. ഇതേപോലെ ഏറ്റവും മികച്ച കോണ്ടന്റുകൾ, ടോപ്പിക് വൈസ് ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എക്സാമുകളായിക്കോട്ടെ, ഡെയിലിയും വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ 1500 രൂപ വില വരുന്ന ഒരു ടെസ്റ്റ് പാക്ക് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ 3300 ചോദ്യങ്ങളാണുള്ളത്. 15 ഫുൾ ലെങ്ത് എക്സാമുകൾ ഉണ്ടാവും, 25ഓളം സെക്ഷണൽ എക്സാമുകൾ ഉണ്ടാവും, 10 ഇംഗ്ലീഷ് മലയാളം എക്സാമുകൾ ഉണ്ടാവും, അതേപോലെ 10 മാത്സ് എക്സാം ഉണ്ടാകും, 3 കറണ്ട് അഫെയർ എക്സാം ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പാക്കാണ്. ഈ ഒരു പാക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് അടിപൊളിയായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചു പൊക്കോ, ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഇന്നുകൂടി മാത്രമായിരിക്കും ഓഫർ ഉണ്ടാവുക. നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി വിമൻസ് ഡേ. നമുക്ക് ക്ലാസ്സിൽ കാണാം.